ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ വിശേഷമായിട്ടോ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് അപ്പവും പയറുകറി കേട്ടോ. എങ്ങനെയാണ് നമ്മൾ പയറുകറി ഉണ്ടാക്കണേന്നും അപ്പത്തിൻ്റെയൊക്കെ വിശേഷം നമുക്ക് കാണാം കേട്ടോ. ആദ്യം പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സവാള, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, 2 പച്ചമുളക് എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ. എല്ലാവർക്കും എന്താണ് വിശേഷം? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് കൂടെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പുറത്തേക്ക് പോകണേ, കറിവേപ്പില പറിക്കാനായിട്ട് പോകാട്ടോ. പുറത്തെ വൈബ് നല്ല രസമാണ് കേട്ടോ. രാവിലെ ചീവീടിൻ്റെ സൗണ്ടും നല്ല തണുപ്പും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്, കുട്ടികളും എല്ലാവരും നല്ല ഉറക്കത്തിലാട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംമാതിരി കറിവേപ്പിൻ്റെ മരം ഉണ്ട് കേട്ടോ. 3-4 മരം ഉണ്ട്, അത് നിറച്ചുകൊണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഹൈവേ ഒക്കെ ആയിട്ട് പോകുന്നതാ. നല്ല ഫ്രഷായ കറിവേപ്പില കേട്ടോ. മരുന്നൊന്നും അടിക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടായത് നമുക്കത് പറിച്ചെടുക്കാം. പിന്നെ എല്ലാവർക്കും എന്താണ് വിശേഷം? സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ വെറുതെ തുടങ്ങി വെച്ചതാട്ടോ. എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച്, ചാനലിനെ കുറിച്ചൊന്നും. ഇതെന്താണതൊന്നും എവിടെ വരെ എത്തുമെന്നും അറിയത്തില്ല കേട്ടോ. ചുമ്മാ ഒന്ന് ചാനൽ തുടങ്ങിയെന്നുള്ളൂ കേട്ടോ. നമുക്ക് പയറ് വേവിച്ചത് ഉടച്ചെടുക്കണം കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്ക് പയറ് കഴിക്കില്ല കേട്ടോ, ചാറ് മാത്രമായിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉടച്ചെടുത്ത് ചൂടുവെള്ളം വെച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് പച്ചമുളക് നമ്മൾ ആദ്യം ഇട്ടായിരുന്നല്ലോ. അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അത് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പയറുകൾക്ക് ചെറിയ എരിവൊക്കെ മതി, എല്ലാവർക്കും കുട്ടികൾ കഴിക്കുന്നതല്ലേ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയറ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. സ്വാദിഷ്ടമായ പയറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറ് വേവിച്ച് ഉടച്ചത് കൊണ്ട് ചാറിൽ കുറച്ചൊക്കെ പയറിൻ്റെ ഗ്രേവി ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ചെന്ന് നല്ലതല്ലേ. അല്ലെങ്കിൽ പയറ് മാറ്റി വയ്ക്കും കേട്ടോ. പയറായാലും കടലയായാലും ഇവിടെ മാറ്റി വയ്ക്കും കേട്ടോ കുട്ടികൾ, അങ്ങനെ കേട്ടോ. അതുകൊണ്ടാണ് പയറ് ഉടച്ചത്. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.